നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ 1600 രൂപ ലഭിക്കുന്ന പലർക്കും ആനുകൂല്യം ഇപ്പോൾ തടസ്സപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മറ്റൊന്നും മൂലമല്ല, അവർ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലം, അതോടൊപ്പം തന്നെ മറ്റ് രേഖകൾ സമർപ്പിക്കാത്തത് മൂലമാണ് ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുള്ളത്. പലരും സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് മസ്റ്ററിങ് ചെയ്തിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ കാര്യങ്ങളെല്ലാം പഞ്ചായത്തിൽ അന്വേഷിച്ചറിയുന്നവരുണ്ട്, അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് പെൻഷനർ ഐഡിയോ ആധാർ നമ്പറോ ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കാം. അങ്ങനെ പരിശോധിച്ച ശേഷം വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യാം. മസ്റ്ററിങ് പൂർത്തീകരിക്കാനുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇനി ഈ ഒരു ഇടസമയത്ത്, അതായത് 20-ാം തീയതിക്ക് മുൻപൊക്കെ ഇതിൻ്റെ പോർട്ടൽ ഓപ്പൺ ആകാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഇത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരം അക്ഷയ കേന്ദ്രത്തിൽ ഒരുക്കി തരാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. എത്ര നാൾ ഇത് വൈകുന്നോ അത്രയും നാളത്തെ ആനുകൂല്യം തടസ്സപ്പെടുമെന്നുള്ളതാണ് പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ളവർ എത്രയും വേഗം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ഇനി അതോടൊപ്പം തന്നെ 1600 രൂപ പെൻഷൻ വാങ്ങുന്നവരിൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം നാളുകളായിട്ട് ലഭിക്കാനുള്ളവരുണ്ടെങ്കിൽ പഞ്ചായത്തിൽ ഈ കാര്യങ്ങൾ അറിയിക്കണം. അതിനുശേഷം ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അല്ലെങ്കിൽ പുതിയ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇവയെല്ലാം തന്നെ വരുത്തേണ്ടതാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതമായിട്ടുള്ള 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള സഹായം മുടങ്ങുന്നവർ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് നാളെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ല മുഴുവനുമായിട്ടല്ല അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ചില പത്രങ്ങളിൽ വന്ന വാർത്തയിൽ തെറ്റുകളുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ജില്ലാ കളക്ടർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന നിയമസഭാ മണ്ഡലത്തിന് കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് കമ്പനികൾ, ഈ മേഖലയിലൊക്കെ ആയിരിക്കും അവധി ബാധകമാകുന്നത്. ശമ്പളത്തോടു കൂടിയുള്ള അവധിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കുക. നമ്മളുടെ ഫോണിലേക്ക് നമ്മൾ നടത്തുന്ന ATM ട്രാൻസാക്ഷനുകളെല്ലാം പരിഗണിച്ച് വിവിധ ട്രാൻസാക്ഷനുകൾക്കുള്ള റിവാർഡ് പോയിന്റ് അത് തുകയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില മെസ്സേജുകൾ നമ്മളുടെ ഫോണിലേക്ക് എത്തിച്ചേരാറുണ്ട്. എല്ലാ ബാങ്കുകളുടെയും ATM ട്രാൻസാക്ഷനുകൾക്ക് റിവാർഡ് പോയിന്റുകൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് SBIയിലൊക്കെ ഇപ്പോൾ പ്രത്യേകമായിട്ട് വരുന്ന ചില മെസ്സേജുകളുണ്ട്, ഇൻബോക്സിലേക്ക് വരുന്ന മെസ്സേജുകൾ. ഇത്തരം മെസ്സേജിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ തന്നെ നമ്മളുടെ അക്കൗണ്ട് വിശദാംശങ്ങളെല്ലാം സമർപ്പിക്കേണ്ടതായിട്ട് വരും. OTP ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തട്ടിപ്പുകാർ ആവശ്യപ്പെട്ടേക്കും. ഏറ്റവും വലിയൊരു തട്ടിപ്പ് തന്നെയാണിത്. ഇങ്ങനെ എല്ലാ വിശദ വിവരങ്ങളും നൽകുന്നതോടെ തട്ടിപ്പുകാർ നമ്മളുടെ അക്കൗണ്ടിലെ തുക മുഴുവൻ കൈക്കലാക്കും. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കുക, ഇത്തരമുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ബ്രാഞ്ചിൽ എത്തിച്ചേർന്ന മറ്റ് സംശയ ദൂരീകരണമെല്ലാം വരുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും വേണം. തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ എത്രയും വേഗം സഹായത്തിന് അഭ്യർത്ഥിക്കുകയും വേണം. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ ITI കോഴ്സുകൾ പഠിക്കുന്ന 1-2 വർഷ വിദ്യാർത്ഥികൾക്ക് 10,000 രൂപ വരെ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം. ഫീ റീഇംബേഴ്സ്മെന്റ് സ്കീം പ്രകാരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. APL BPL റേഷൻ കാർഡുകാർക്ക് അപേക്ഷ വെക്കാം. BPL റേഷൻ കാർഡുകാർക്ക് മുൻഗണനയുണ്ട്. APL റേഷൻ കാർഡ് ആണെങ്കിൽ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് ശ്രദ്ധിക്കുക. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ഈ ഒരു ആനുകൂല്യം നൽകുന്നത്. 10% സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കും നൽകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.